മലപ്പുറത്ത് വനിതാ ലീഗിനെതിരെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ അധിക്ഷേപ പരാമർശം സ്ത്രീകളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നതിനാണ് അദ്ദേഹം അധിക്ഷേപ പരാമർശം നടത്തിയത്. തെന്നല പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച KV മജീദാണ് വിവാദ പരാമർശം നടത്തിയത്. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ വിവാദമുണ്ടാക്കിയ ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ഒന്ന് കാണാം. പോകുന്നവരല്ല, വനിതാ ലീഗിനെ വരെ നിങ്ങൾ ഇറക്കി. വനിതാ ലീഗെല്ലാം എവിടെ പോയി എന്ന് ഇപ്പോ വനിതാ ലീഗിന്റെ ഒരു വ്യക്തി പ്രസിഡന്റ് ഇന്നലെ ഒരു വീഡിയോ ഇറക്കിയിരിക്കണ്. വനിതാ ലീഗിനെ പറയാൻ പാടില്ല, അത്ര ജമീല താത്തയും കൂട്ടരും വനിതാ ലീഗിനെ പറയാൻ പാടില്ല. ജമീല താത്താണ് പറയാനുള്ളത്. രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജമീല താത്താന് മാത്രമല്ല പാലക്കാട്ടെ തങ്ങന്മാരെ വരെ പറഞ്ഞിട്ടുണ്ട്. പറയും അതിനൊക്കെ കേൾക്കാൻ ആണത്വം പുളുപ്പുള്ളവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വീട്ടുമ്മയായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. എന്തായാലും ഈ വിവാദ പരാമർശം നടത്തിയ ആളിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്താണ്? സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. മലപ്പുറം ജില്ലയിലെ തെന്നല പഞ്ചായത്ത് 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി KV മജീദാണ് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ആണത്വവും എളുപ്പമുള്ള ആണുങ്ങൾ മാത്രം പെണ്ണുങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുറത്തേക്ക് ഇറക്കിയാൽ മതി, അല്ലാത്ത പെണ്ണുങ്ങൾ വീട്ടിലിരിക്കട്ടെ, വീട്ടമ്മയായി ഇരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, കേവലം വോട്ടിന് വേണ്ടി പെണ്ണുങ്ങളെ മറ്റുള്ള ആണുങ്ങൾക്ക് മുൻപിൽ ഒരു പ്രദർശന വസ്തുവാക്കരുത്, കാഴ്ച വസ്തുവാക്കി മാറ്റരുത്. തങ്ങളുടെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ട്, മാത്രമല്ല പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. അവരെയൊക്കെ തന്നെ അവർ അന്തി ഉടങ്ങുന്നത് അവരുടെ ഭർത്താക്കന്മാർക്കൊപ്പമാണ്, അല്ലാതെ മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ കാഴ്ച വസ്തുവാക്കി അവരെ മാറ്റുന്നില്ല. അത് പാടില്ല എന്നുള്ള തരത്തിലാണ് KV അബ്ദുൽ മജീദ് വിവാദമായ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ UDF-ന് വേണ്ടി 20ഓളം വരുന്ന വനിതാ ലീഗ് പ്രവർത്തകർ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു സ്ത്രീ അധിക്ഷേപ വനിതാ ലീഗ് പ്രവർത്തകർ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വിവാദ പരാമർശം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം LDF-ന്റെ സ്ഥാനാർത്ഥി മാത്രമല്ല, അദ്ദേഹം ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി കൂടിയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ആ സമയത്ത് മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദമാകുന്ന വളരെ മോശമായ ഒരു പദപ്രയോഗമാണ് സ്ത്രീകൾക്കെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.